അങ്കണവാടി സ്പെഷ്യൽ അമൃതം പൊടികൾ നമുക്ക് ഒരു അടിപൊളി റെസിപ്പി കണ്ടാലോ. ഇതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3/4 ഗ്ലാസ് അളവിൽ അമൃതം പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 4 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 1/4 ഗ്ലാസ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 2 ശർക്കര പാനിയാക്കിയത് ഒരു 1/4 ഗ്ലാസ് അളവിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരഞ്ഞതിലേക്ക് 1/4 ഗ്ലാസ് അളവിൽ പാലും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണ്ടേ. എല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലായിരിക്കണേ. അരച്ചെടുത്ത മിക്സ് ഒരു നോൺ സ്റ്റിക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഒപ്പാക്കി കൊടുക്കാം. ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് വരഞ്ഞും കൂടി കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റോളം അടച്ചു വെച്ച് ചൂടാക്കിയ പാത്രത്തിന്റെ മുകളിലായിട്ട് ഈ നോൺ സ്റ്റിക് പാത്രം കൂടി വെച്ച് 15 to 25 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ പൊന്തി വരുന്ന സമയത്ത് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ക്ലിയർ ആയി ഇത് വെന്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത പോലെ കുറച്ചു നേരം കൂടി അടച്ച് വെച്ചിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ ഇത് തനിയെ പോന്നോളൂ കേട്ടോ. എൻ്റെ പാത്രത്തിന് കുറച്ച് വട്ട കൂടുതലും കൊണ്ടുണ്ടോ ഇത് അധികം പൊന്താതിരുന്ന്. നല്ല ടേസ്റ്റ് ആണ്. അപ്പം എങ്ങനെയാ, ട്രൈ ചെയ്യല്ലേ?